നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമ്മേ, ഗീതമാമ്മയ്ക്ക് മറ്റാരുമില്ല. വീണയ്ക്കും സ്വന്തം എന്ന് പറയാൻ ഗീതമാമ്മ മാത്രമേ ഉള്ളൂ. അവരെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കരുത്. ഗീതമാമ്മയ്ക്ക് അത് താങ്ങാൻ പറ്റില്ല. അപ്പൊ രഞ്ജിനിയുടെയും എതിയുടെയും കാര്യമോ? നിഖിലിനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത് അവർക്ക് താങ്ങാൻ പറ്റുമോ? അവനെയും കൂടിയല്ലേ ഞാൻ ഇവിടുന്ന് പുറത്താക്കുന്നത്. അമ്മ ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം. ഗീതമ്മയെ ഓർത്ത് വേണമെങ്കിൽ ഞാൻ ക്ഷമിക്കാം. കല്യാണം കഴിച്ച് രണ്ടുപേരും അടങ്ങി ഒതുങ്ങി ഇവിടെ താമസിക്കുമെങ്കിൽ അവർക്കിവിടെ താമസിക്കാം. പക്ഷെ സ്വത്തിലോ മറ്റു കാര്യങ്ങളിലോ അവർക്ക് യാതൊരു അവകാശവും ഉണ്ടാവില്ല. ഗീതമാമ വിഷമിക്കണ്ട. ഇപ്പോഴത്തെ ദേഷ്യത്തിന് അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നേ ഉള്ളൂ. എന്നാലും എന്റെ മോള് മക്കളെ പ്രസവിച്ചില്ലെങ്കിലും ഒരമ്മയുടെ പേറ്റുന്നോ പറഞ്ഞ മോള് സംസാരിച്ചത്. നീ എനിക്ക് പിറക്കാതെ പോയ മോള. മിടുക്കൻ. അല്പം വളഞ്ഞ വഴിയാണെങ്കിലും ആഗ്രഹിച്ചത് നീ നേടി. ഞാൻ ആഗ്രഹിച്ചത് ഇയാളുടെ മകളെയാണെന്നങ്ങ് മുഖത്തൂക്കി പറഞ്ഞാലോ? വേണ്ട, ഇയാളത് താങ്ങത്തില്ല. ബാംഗ്ലൂരിലെ എൻ്റെ രഹസ്യങ്ങൾ കുറേയൊക്കെ നീ തോണ്ടിയെടുത്തു. നിന്നെ ഞാൻ വെറുതെ വിട്ടത് അറിഞ്ഞത് നീ രഹസ്യമാക്കി വെച്ചതുകൊണ്ടാണ്. ഭാവിയിലെ അമ്മായി അപ്പ എന്ന് വിളിക്കേണ്ട ആളാ. എൻ്റെ മുമ്പിൽ വെറുതെ ചെറുതാവാൻ നിൽക്കണ്ട. ഇന്നല്ലെങ്കിൽ നാളെ ആ സ്വത്തെല്ലാം എനിക്കുള്ളതാ. അതുകൊണ്ടാ ഞാനിത് ആരോടും പറയാതിരുന്നേന്ന് തനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. നിന്റെ ഉള്ളില് ദേഷ്യം കിടന്നിങ്ങനെ തിളയ്ക്കുന്നുണ്ട് എന്നോട്, അല്ലേ? എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല. നിനക്കിനി 2 ആഴ്ച മാത്രം സമയമുള്ളൂ വീണയെ വിവാഹം കഴിക്കാനേ. അത് കഴിഞ്ഞാ ഇവിടുന്ന് 2 പേർക്കും കൂടി പുറത്തു പോവാം. പിന്നെ മരുവത്തൂരിൽ നിങ്ങൾ ആരുമല്ല. ഈശ്വര, നിഖിൽ അച്ഛനോട് സത്യം തുറന്ന് പറയോ? എന്താ നിന്റെ നാവിറങ്ങിപ്പോയോ? എനിക്കൊന്നും പറയാനില്ല. അതെന്താ നിനക്കൊന്നും പറയാനില്ലാത്തത്? ഞാൻ എന്തെങ്കിലും പറഞ്ഞ അങ്കിളിന് ചിലപ്പോൾ അത് വിഷമാവും. നാണമില്ലടാ നിനക്ക്. ഇതിലും ഭേദം നീ ആത്മഹത്യ ചെയ്യുന്നതായിരുന്നു. ദേവി അത് അങ്കിളൊന്ന് പോകുന്നുണ്ടോ?
എനിക്ക് അങ്കിളിനോട് വഴക്കിടാൻ താല്പര്യമില്ല. നിന്റെ കല്യാണം ഈ പവിത്രൻ മുമ്പിൽ നിന്ന് നടത്തും. എന്നിട്ട് അവളെയും നിന്നെയും ഈ വീടിന്റെ പുറത്തേക്ക് വിടും. നീ ഈ വീടിന്റെ അടിത്തറ തോണ്ടാൻ പിറന്നവനാണെന്ന് എനിക്ക് പണ്ടേ തോന്നിയിട്ടുള്ളതാ. പിന്നെ അവള് ആ വീണ അമ്മ വേലി ചാടിയ മകളും മതില് ചാടുന്നൊരു ചൊല്ലുണ്ട്. പണ്ടൊരുത്തനെ പ്രേമിച്ച് ഇതുപോലെ ഇവിടെ നിന്ന് ഒളിച്ചോടി പോയതാണ് ഗീതമ്മ. ഇന്നിപ്പം മകൾ. രണ്ടുപേരും മരുവത്തൂരിന് കളങ്കം തന്നെ ഉണ്ടാക്കിയത്. അല്ല, ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? അങ്കിളിനും ആൻറ്റിക്കും പണ്ടേ എന്നെ ഇഷ്ടമല്ല, എനിക്കറിയാം. പക്ഷേ അങ്കിളിനെ പോലെ അല്ല ഞാൻ. എനിക്ക് അങ്കിളിനെ വലിയ ഇഷ്ടമാണ്. അങ്കിളിനെ മാത്രമല്ല, ആൻറ്റിയും. അതെന്തുകൊണ്ടാന്ന് അങ്കിളിന് കുറച്ച് കഴിഞ്ഞ് മനസ്സിലാവും. അത് പിന്നെ അങ്ങനെ നീയായിട്ട് പ്രത്യേകിച്ച് തീരുമാനം എടുക്കൊന്നും വേണ്ട. എന്റെ ചേച്ചി എന്ത് പറയുന്നോ അത് ഞാൻ നടത്തും. അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല. മനസ്സിലായോ നിനക്ക്? എന്താ പവി, നീ എന്തിനാ ഇവനോട് ഇങ്ങനെ സംസാരിക്കുന്നത്? നിഖിലും വീണയും തമ്മിലുള്ള കല്യാണത്തിന് നിനക്ക് താല്പര്യമില്ലേ? ഏയ്, അതൊന്നുമല്ല. ഞാൻ നിഖിലിനോട് അതേക്കുറിച്ച് സംസാരിക്കായിരുന്നു. അല്ലടാ, രണ്ടാഴ്ചയേ ഉള്ളൂ സമയം. അതിനുള്ളിൽ കല്യാണം നടത്താൻ പറ്റില്ലേ പവി? എന്താ പറ്റാതിരിക്കാൻ? ചേച്ചി തീരുമാനിച്ച പിന്നെ അത് നടത്തേണ്ടത് എന്റെ ചുമതലയല്ലേ? ഇതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഈ കല്യാണം ഞാൻ മുമ്പിൽ നിന്ന് നല്ല ഗംഭീരമായിട്ട് നടത്തും. ഗീതമ്മ എനിക്ക് സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയാ. അവളുടെ കണ്ണീര് കാണാൻ എനിക്ക് കഴിയില്ല. അവൾ വന്നു പറഞ്ഞതുകൊണ്ട് ഞാൻ എന്റെ തീരുമാനത്തിൽ ചെറിയൊരു മാറ്റം വരുത്തി. കല്യാണം കഴിഞ്ഞാലും ഇവർക്കിവിടെ തന്നെ താമസിക്കും. പിന്നൊരു കാര്യം, താമസിക്കാനും ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനുമുള്ള അവകാശം മാത്രമേ ഉള്ളൂ. ഈ വീട്ടിലെ ഒരു കാര്യത്തിലും അഭിപ്രായം പറയാൻ പോലും ഇവർക്ക് രണ്ടുപേർക്കും അവകാശം ഉണ്ടായിരിക്കില്ല. എനിക്ക് വലിയമ്മയോടൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊന്നും കേൾക്കാൻ താല്പര്യമില്ല.